പിന്നെ കാറിൽ 100 മൈൽ സ്പീഡിൽ വന്നിട്ടാണ് ഈ വണ്ടി കിട്ടിയത്. പാവം പ്രിയൻ എന്നെ കാത്തിരിക്കുന്നുണ്ടാവും. 2 ദിവസമായി ജോലിയുടെ ക്ഷീണവും. ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി ഒന്ന് സെറ്റിൽ ആവട്ടെ. തന്നെയുമല്ല, രാവിലെ ചെല്ലുമ്പോൾ പ്രിയനോട് പറയാൻ ഒരു നല്ല കളവും കണ്ടുപിടിക്കണം. ഫ്ലൈറ്റ് മിസ്സായെന്ന് പറഞ്ഞാൽ മൂപ്പര് വിശ്വസിക്കത്തില്ല. സോ കാണാം. വേണമെങ്കിൽ ഞങ്ങളുടെ ഇരിക്കാം ഒരു കമ്പനി. പിന്നെ എന്റെ കഥയും കേൾക്കാം. കഥയൊക്കെ നമുക്ക് സൗകര്യം പോലെ ഒരു ദിവസം കേൾക്കാം. ഇപ്പൊ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. കാര്യം പ്ലീസ്. ശരി, കാണാം. എന്നാ പോട്ടെ. പോവാം. എന്നാ പിന്നെ ശരി സാർ. ആട്ടെ. എടേ, അങ്ങനെ നമ്മള് ഗെറ്റ് ഔട്ട് അടിച്ചതാണോടെ? ഏയ്, ഗെറ്റ് ഔട്ട് അടിച്ചൊന്നുമല്ല. ഗെറ്റ് ഔട്ട് അടിക്കുന്നത് നേരിട്ട് അങ്ങ് പറഞ്ഞാ പോരെ. ഇതാള് നല്ല സ്മാർട്ടാ. സ്മാർട്ടാണെങ്കിൽ പിന്നെ എന്റെ കഥ കേട്ടൂടെ? ചൂടാ. മക്കളെ, എന്റെ ഡ്യൂട്ടി ചെയ്യാറായി. അടുത്ത സ്റ്റേഷനിൽ ഞാൻ ഇറങ്ങും. അതിനു മുമ്പൊന്നും മിനുങ്ങണല്ലോ. എന്തൊരു ക്ഷീണം. അതിന് നിങ്ങൾ മമ്മൂട്ടിയുടെ മുറിയിൽ ഒരു കമ്പനി കൂടിയില്ലേ? അയ്യേ, അങ്ങോരുടെ കൂടെ കമ്പനി കൂടിയിട്ട് എന്താ കാര്യം? ഇത് വല്ലതും അവിടെ കിട്ടുമോ? കമ്പനി കൂടണമെങ്കിൽ നെടുമുടിയുടെ കൂടെ കൂടണം. ആ കൊട്ടും പാട്ടും പാട്ടും കൊട്ടും കൊട്ടുപടിയും. ഓ, പിന്നെ ഇതൊരു ബാറല്ലായിരുന്നു. പുള്ളി നല്ല വീശാണോ? പിന്നെ അയാൾ ഒരെണ്ണടിക്കുന്നു, ഞാൻ ഒരെണ്ണടിക്കുന്നു. ആ തൃശ്ശൂരിൽ നിന്നുള്ളതെടുത്ത് തൃശ്ശൂരിൽ നിന്ന് വാങ്ങിച്ചെടുത്ത് ഒറ്റ വിചാരേ ഉള്ളൂ. റിയക്ഷൻ അല്ലേ? നിർത്ത് നിർത്ത് നിർത്ത്. ജം 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 ജം. ഇനി ടോണി പോടാ. ഉപദേശിക്കണ്ട, നിങ്ങൾ ഉപദേശിക്കണ്ട കേട്ടാ. ഒഴിച്ചോ, നന്നായിട്ട് നിറഞ്ഞു കിടക്കട്ടെ. ഒഴിച്ചോ 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 ഒഴിച്ചോ. വെള്ളം വേണോ? വെള്ളം വേണ്ട, വെള്ളം നമുക്ക് പിന്നെ കഴിക്കാം. സമയമുണ്ട്, ഞാൻ പറയാപ്പോ. ഏഴാമ്പി ഏഴാമ്പി. ഞാനൊരു പാട്ട് പാടട്ടെ. ഞാനൊരു പാട്ട് പാട്ടേന്ന്. നാടാനൊരു പാട്ട് പാടാൻ പോവാണ്. ഇതോ പിടിക്കേ. ഇത് ഞാൻ ചോറാ. നാടാറുടെ ചോറങ്ങ് എടുത്തു പോയി. കേട്ട് പാട്. അതിലിട്ട് കൂട്ടൊന്നും വേണ്ട. അതിന്മേ താഴെ പിടിച്ച അതെല്ലാം കൂടെ മറിയ താഴെ വീഴും. താളം പിടിക്കാനല്ല, എനിക്കിങ്ങനെ മുറുക്കി പിടിക്കുന്ന. അഴകാന നീലി വരും, വരുപോലെ ഓടി വരും, കെണ്ണാടി പോലെ വരും ടോണിക്കുട്ട. നീ കാണാതെ ഇന്ന് വരും ടോണിക്കുട്ട. ഇന്നെങ്കിൽ നാളെ വരും, നാളെങ്കിൽ മറ്റന്നാൾ വരൂ, എന്നെങ്കിലും എപ്പോഴും വരൂ ടോണിക്കുട്ട. ഇന്ന് വരും ടോണിക്കുട്ട. ചോറങ്ങ് കൂടെ. ഗുഡ് നൈറ്റ്. നീ അടുത്ത് എന്താ പറഞ്ഞ? കോംപ്ലക്സ് ആണ് എനിക്കല്ലേ? എനിക്കൊരു കോംപ്ലക്സും ഇല്ല. ഞാൻ മിസ്റ്റർ മൈമൂട്ടിയെ പരിചയപ്പെടാൻ പോവാ. അളിയാ, നീ ഈ കണ്ടീഷനിൽ അങ്ങോട്ട് പോകരുത്. എന്റെ കാര്യം കുഴപ്പത്തിലാകും. ഞാനൊന്ന് ധൈര്യം വരുത്തിയിട്ട് സ്വല്പം കൂടെ ഇരുത്തിയിട്ട് അങ്ങോട്ട് പോകാനിരിക്കുക. എന്റെ വാരിക്കുഴിയിലെ കൊലപാതകം അങ്ങേരെ കൊണ്ടൊന്ന് ഒഴിപ്പിക്കണം. അങ്ങേർക്ക് ആ കഥ ഇഷ്ടപ്പെട്ട ഞാൻ രക്ഷപ്പെട്ടില്ലേ അളിയാ? പിന്നെ ഞാൻ ആരാ? നമ്പർ 1 തിരക്കഥാകൃത്ത് അളിയാ. കൊളമാണ്. നിന്റെ വാരിക്കുഴിയുടെ കാര്യം പറയാൻ ഞാൻ പോകുന്നത്. ശീലല്ലേ മമ്മൂട്ടി? അയ്യോ മമ്മൂട്ടി, ഇത് കൊളമായത് തന്നെ. ഹലോ,
May I come in? Yes. Can I sit? പ്രിയൻ ഇച്ചിരി കഴിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഫ്രണ്ടാ ടോണി കുരിശിങ്കൽ, കാഞ്ഞിരപ്പള്ളി കുരിശിങ്കൽ ഫാമിലി, വലിയ എസ്റ്റേറ്റ് പാർട്ടി. ഓ കേട്ടിട്ടുണ്ട്. കിളത്താതെ ഓ ടോണി കുരിശിങ്കൽ. സാർ എങ്ങോട്ട് പോകുന്നു? ഞാൻ മദ്രാസിൽ പോകും. ഞങ്ങള് മദ്രാസിലേക്കാണ്. ഞങ്ങൾക്ക് ക്രിക്കറ്റ് കളി കാണണം. പിന്നെ മിസ്റ്റർ മമ്മൂട്ടി അല്ലേ? ഐ എം ടോണി കുരിശിങ്കൽ. ഞാൻ സാറിന്റെ സിനിമയൊക്കെ കണ്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാറിന്റെ. നല്ല ആക്ടിങ് ആണ്, നല്ല അഭിപ്രായമാണ്. പിന്നെ സത്യം പറഞ്ഞ അസൂയുണ്ട്. എടാ ഈ പെണ്ണുങ്ങളും മമ്മൂട്ടി എന്ന് പറയുമ്പോ ഈ കൂടെ പഠിക്കുന്ന കുട്ടികളൊക്കെ മമ്മൂട്ടിയെ പോലെ നടക്കുക, മമ്മൂട്ടിയെ പോലെ ഇരിക്കുക എന്ന് പറയുമ്പോ എനിക്ക് അസൂയൊന്നും ഇല്ല കേട്ടാ. മറ്റുള്ളവർക്ക് അസൂയ തോന്നുമ്പോ എനിക്ക് അസൂയ ഉണ്ടാവും. എന്റെ കാര്യം ഇവൻ നമ്മുടെ ഫ്രണ്ടാണ്. ഞാൻ നേരത്തെ സാറിനെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇവൻ നോവലിസ്റ്റ് ആണ്, ലിറ്റററി നോവലിസ്റ്റ്. എന്റെ നോവലിന്റെ പേര് വാരിക്കുഴിയിലെ കൊലപാതകം. നല്ല ഉഗ്രൻ ബോറാണ്. നിന്റെ നോവൽ ആര് സിനിമയാക്കിയില്ലെങ്കിലും ഞാൻ സിനിമയാക്കും. ഒരു മലയാള സിനിമയ്ക്ക് എത്ര രൂപയാവും? അതിപ്പോ പറയാൻ പറ്റില്ല. ഡിപ്പെൻഡ് അല്ലേ? എന്നാലും 10-20 ലക്ഷം രൂപയാവും അല്ലേ? ഞാനും ഈ ഫീൽഡിൽ ഇറങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴല്ല, എന്റെ എസ്റ്റേറ്റ് ഒക്കെ വിറ്റിട്ട്. ഞാനന്ന് ചെറുതായിരിക്കുമ്പോ അവിടെ ഷൂട്ടിംഗ് നടന്നിട്ടുണ്ട്. നസീർ ഷീലയൊക്കെ ഒരു ദിവസം കൊണ്ട് വരാത്തുണ്ട്. നല്ല ലൊക്കേഷനാണ്, നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും. വെടിയിറച്ചിയെ കിട്ടും. പുലിയിറച്ചി തിന്നിട്ടുണ്ട്. നമ്മളെ പോലെ മനുഷ്യനല്ല സാറ് അല്ലേ? എന്തോ പേപ്പർ പ്രിന്റ് ഷർട്ടാ ഇത്. എളുപ്പം ചീത്തയായി പോവും. എനിക്ക് ഇതുപോലെ 6 ഉണ്ടായിരുന്നു. ഇതൊന്ന് ടൈം കൈ കിടന്ന സാധനം വലുതാവല് ചെറുതായിരിക്കണം. HMT ടോണി അത് ക്യാമറ കനയാവുള്ളൂ. എന്റെ ഇരിക്കുന്ന ഇത്ര വലുതല്ല, ചെറുത് സ്മാൾ സൈസ്. സിനിമ കാണുന്ന പോലെ തന്നെ. ടോണി ഉറങ്ങാറായില്ലേ? സാറ് ഫുഡൊക്കെ കഴിച്ചാ? ടോണി പോവാൻ. ടോണി ഞാൻ ഡിസ്റ്റർബൻസ് ആയ? ഇല്ല. ഡിസ്റ്റർബൻസ് ആയില്ലല്ലോ. ഡിസ്റ്റർബൻസ് ആവണം. ടോണി ഷോ ഡിസ്റ്റർബൻസ് ആയ? പോവാൻ. ടോണി ഞാൻ ടച്ച് ചെയ്തോട്ടാ. സ്മോൾ ടച്ച്. ആണുങ്ങളെ ഡീൽ ചെയ്ത് വേണ്ട. ടോണി പോവാൻ. ടോണി ഡിസ്റ്റർബൻസ് ആയ? ഇല്ല. പേരെന്തത്? ടോണി കുരിശിങ്കൽ. മമ്മൂട്ടി എനിക്കറിയാം. ഞാൻ മറ്റേ കുറച്ച് ഓവറാണ്, അതാണ്. സാറിന് വിചാരിക്കില്ലേ ഫിറ്റാണെന്ന്?